ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലെ ഒരു കാലത്തും തണുത്തുറയാത്ത യുദ്ധക്കളം ഇതാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സാധാരണ വോട്ടർ പട്ടിക പരിഷ്കരണം മാത്രമല്ല. ഏകദേശം 7.9 കോടി വോട്ടർമാരുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് ഒറ്റയടിക്ക് 47 ലക്ഷം വോട്ടർമാർ പട്ടികയിൽ നിന്നും അപ്രത്യക്ഷരായാൽ നിങ്ങൾ എന്ത് ചിന്തിക്കും? ഇതൊരു രാഷ്ട്രീയ അട്ടിമറിയാണോ അതോ ഇലക്ഷൻ കമ്മീഷന്റെ ധീരമായ സർജിക്കൽ സ്ട്രൈക്കോ? സംഭവത്തെക്കുറിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നതാണ് കോമഡി. ഇത് പൗരത്വ പരിശോധന, ഇത് പൗരന്മാരെ പുറത്താക്കാനുള്ള ഗൂഢാലോചന എന്ന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു. കേസ് സുപ്രീം കോടതിയിലെത്തി വലിയ കോളിളക്കം സൃഷ്ടിച്ച ഈ ഓപ്പറേഷനാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR അഥവാ പ്രത്യേക തീവ്രമായ പരിഷ്കരണം. പക്ഷേ എല്ലാ ബഹളങ്ങൾക്കും ഒടുവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നു. ഇപ്പോൾ ചോദ്യം ഇതാണ്, ബീഹാറിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഈ നീക്കം രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ പൗരന്മാരെ പുറത്താക്കിയ ഒരു ഗൂഢാലോചനയായിരുന്നു അതോ ഇന്ത്യൻ ജനാധിപത്യം കണ്ട ഏറ്റവും വലിയ വോട്ടർ ശുദ്ധീകരണമോ? ഇതിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും വോട്ടർമാർ കുറഞ്ഞതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളും രാഹുൽ ഗാന്ധിക്ക് വിമർശനം ഉന്നയിക്കുന്നതിൽ സംഭവിച്ച പിഴവുകളും നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. ഈ വിവരം നമുക്കൊരു പുതിയ അറിവായിരിക്കും. ഒരൊറ്റ നിമിഷം പോലും കണ്ണെടുക്കാതെ നമുക്ക് ഈ സത്യത്തിലേക്ക് കടക്കാം. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 2020 ജൂൺ 24 ഇലക്ഷൻ കമ്മീഷൻ SIR പ്രഖ്യാപിച്ചത്. തീവ്രമായ പുനർവിചാരം അനിവാര്യമാണ് എന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. എന്തുകൊണ്ടാണ് ഈ കാരണങ്ങൾ എന്ന് വ്യക്തമാക്കിയിരുന്നു. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, അതായത് ആളുകളുടെ താമസ സ്ഥലം മാറുന്നത്, പിന്നെ പതിവ് കുടിയേറ്റം, ജോലി തേടിയും മറ്റും ആളുകൾ പോകുന്നത്, പിന്നെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കൽ, മരിച്ചുപോയവരുടെ പേരുകളൊക്കെ നീക്കം ചെയ്യാത്തത്, പിന്നെയൊന്ന് വിദേശ അനധികൃത കുടിയേറ്റക്കാരുടെ പേരുകൾ ഉൾപ്പെടുത്തൽ. ഇതൊക്കെയാണ് ഏറ്റവും വലിയ വിവാദത്തിന് തിരികൊളുത്തിയത്. വോട്ടർ പട്ടികയുടെ സമഗ്രത ഉറപ്പുവരുത്തുക, പിശകുകളില്ലാത്ത പട്ടിക തയ്യാറാക്കുക എന്നിവ തങ്ങളുടെ ഭരണഘടനാപരമായ ബാധ്യതയാണെന്ന് കമ്മീഷൻ അടിവരയിട്ട് പറഞ്ഞു. ഇത് ബീഹാറിൽ മാത്രമല്ല രാജ്യം മുഴുവൻ നടപ്പാക്കാനാണ് തങ്ങളുടെ പദ്ധതി എന്നും കമ്മീഷൻ സൂചന നൽകി. ഈ പ്രക്രിയയിലെ ഏറ്റവും കടുത്ത നടപടി ഇതായിരുന്നു. 2003 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത എല്ലാ വോട്ടർമാരും, അതായത് ഏകദേശം 2.93 കോടി പേർ തങ്ങളുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ജൂലൈ 26-നകം സമർപ്പിക്കണമെന്നത്. പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ട രേഖകൾ കേട്ടാൽ നമ്മൾ ഞെട്ടും. അതായത് ആധാർ, പാൻ കാർഡ് എന്നിവയെ തള്ളിക്കളഞ്ഞ് പകരം പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ്, SC/ST സർട്ടിഫിക്കറ്റ്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ 11 രേഖകളിൽ ഒന്നെങ്കിലും ഹാജരാക്കണം. ഇതൊരു സാധാരണ പരിഷ്കരണമല്ല, ഇത് കടുപ്പമേറിയതായിരുന്നുവെന്ന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ നീക്കത്തെ പ്രതിപക്ഷം ഒരു പൗരത്വ പരിശോധനാ നീക്കമായിട്ടൊക്കെ കണ്ടു. ബീഹാറിലെ സാധാരണക്കാർ, പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗക്കാർ ഇത്രയും പഴയതും കടുപ്പമേറിയതുമായ രേഖകളൊക്കെ ഹാജരാക്കാൻ ബുദ്ധിമുട്ടുമെന്നും അതവരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാനായി സർക്കാരിന്റെ ഒളി അജണ്ടയാണെന്നുമൊക്കെ അവർ ആരോപിച്ചു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഈ നീക്കത്തെ ശക്തമായി വിമർശിച്ചു. രാജ്യത്തെ പൗരന്മാരെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ നിന്നും അകറ്റാനുള്ള ശ്രമമാണിതെന്നായിരുന്നു അവരുടെ വാദം. ഈ വിമർശനം അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചാ വിഷയമായി. കേസ് സുപ്രീം കോടതിയിലെത്തി. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ തങ്ങളുടെ നിലപാട് ന്യായീകരിച്ചു. ആധാർ പൗരത്വത്തിൽ തെളിവല്ലെന്നും സംസ്ഥാനത്ത് വ്യാജ റേഷൻ കാർഡുകൾ വ്യാപകമായി വിതരണം ചെയ്യുന്നുണ്ടെന്നും കമ്മീഷൻ കോടതിയിൽ അറിയിച്ചു. വ്യാജന്മാരെ പുറത്താക്കുക എന്നത് ഭരണഘടനാപരമായ കടമയാണ്. സുപ്രീം കോടതി SIR പ്രക്രിയ സ്റ്റേ ചെയ്തില്ല. എന്നാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് ഒരു നിർദ്ദേശം വെച്ചു. ആധാറിനെ 12ാമത്തെ രേഖയായി പരിഗണിക്കണം. അങ്ങനെ ആധാർ ഒരു 12ാമത്തെ ഓപ്ഷനായി പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രക്രിയ മുന്നോട്ട് പോയി. ഈ കോടതി ഇടപെടൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. അങ്ങനെ പരിഷ്കരണം സെപ്റ്റംബർ 30 കഴിഞ്ഞ ദിവസം പൂർത്തിയായി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ പട്ടിക പുറത്തിറക്കി. തുടക്കത്തിലെ വോട്ടർമാർ, അതായത് ജൂൺ 24 7.9 കോടി അന്തിമ വോട്ടർമാർ, സെപ്റ്റംബർ 30 ആയപ്പോൾ 7.42 കോടി, അങ്ങനെ മൊത്തം കുറവ് 47 ലക്ഷം വോട്ടർമാരായി. അതായത് ഏകദേശം 6% കുറവ് രേഖപ്പെടുത്തിയത്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. ഈ 47 ലക്ഷം പേർ യഥാർത്ഥത്തിൽ എവിടെ പോയി? ഇവരെല്ലാം രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പൗരന്മാരായിരുന്നു. ആദ്യം ഓഗസ്റ്റ് 1 പുറത്തിറക്കിയ കരട് പട്ടികയിലെ കണക്കുകൾ പരിശോധിക്കാം. കരട് പട്ടിക തയ്യാറാക്കുന്നതിനായി 65 ലക്ഷം വോട്ടർമാരുടെ പേരുകളാണ് നീക്കം ചെയ്തിരുന്നത്. ഈ 65 ലക്ഷത്തിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണെന്ന് അറിയുമ്പോൾ SIRന്റെ ലക്ഷ്യം നമുക്ക് വ്യക്തമാകുന്നതാണ്. മരണപ്പെട്ടവർ 22 ലക്ഷമാണ്. സ്ഥിരമായി കുടിയേറാത്തവർ അങ്ങനെ 36 ലക്ഷം. മറ്റൊരിടത്ത് ഇതിനകം ചേർത്തവരൊക്കെ 7 ലക്ഷമുണ്ട്. അതായത് നീക്കം ചെയ്ത ഭൂരിഭാഗം പേരും മരിച്ചവരും സ്ഥലം മാറിയവരും ഡ്യൂപ്ലിക്കേറ്റുകളുമായിരുന്നു. അന്തിമ പട്ടിക പുറത്തിറക്കിയപ്പോൾ മൊത്തം 3.66 ലക്ഷം പേരുകൾ കൂടി നീക്കം ചെയ്തു. ഈ 3.66 ലക്ഷം പേരിൽ കുടിയേറ്റം മൂലം 2 ലക്ഷത്തിലധികം പേർ, പിന്നെ മരണം മൂലം ഏകദേശം 60,000 പേർ, ഡ്യൂപ്ലിക്കേറ്റ് എൻറോൾമെന്റുകൾ 80,000 പേർ. ഇലക്ഷൻ കമ്മീഷൻ വൃത്തങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞതനുസരിച്ച് വിദേശികളെ, അതായത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് വലിയ തോതിൽ വ്യാജ വിദേശികളെ പുറത്താക്കി എന്നതിനേക്കാൾ മരിച്ചവരുടെയും ഡ്യൂപ്ലിക്കേറ്റുകളുടെയും പേരുകൾ നീക്കി എന്നതാണ് ഇവിടെ സംഭവിച്ച കാര്യം. ഇതിനെയാണ് വളച്ചൊടിച്ച് പൗരത്വ ഭേദഗതി മൂലം ആളുകൾ പുറത്താക്കുകയാണെന്നൊക്കെ പറയുന്നത്. ഇതിനു പുറമെ SIR പ്രക്രിയയിലൂടെ
ഭേദഗതിയിലൂടെ 21.53 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർക്കുകയും ചെയ്തു. ഇവിടെയാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന്റെ യുക്തി ചോദ്യം ചെയ്യേണ്ടത്. SIRനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചതും കോടതിയിൽ പോയതും സ്വാഭാവികമായ രാഷ്ട്രീയ പ്രതികരണമാണ്. എന്നാൽ പൗരന്മാരെ പുറത്താക്കാനുള്ള നീക്കമാണിതെന്ന ആരോപണം അന്തിമ കണക്കുകൾ പുറത്തു വന്നതോടെ അടിസ്ഥാനരഹിതമായി മാറി. രാഹുൽ ഗാന്ധി SIRനെ വിമർശിച്ചത് കേവലം വിദേശികളെ പുറത്താക്കുന്നതിനെതിരെയല്ല, മറിച്ച് പൗരന്മാരെ പുറത്താക്കുന്നതിനെതിരായിരുന്നു. എന്നാൽ പുറത്തായവരിൽ മഹാഭൂരിപക്ഷവും ഏതാണെന്ന് നമ്മളിപ്പോ കണ്ടല്ലോ. ഒന്നുകൂടി ഞാൻ അത് വിശകലനം ചെയ്ത് വ്യക്തമാക്കി പറഞ്ഞുതരാം. പട്ടികയിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമായി മരിച്ചവരായിരുന്നു. പിന്നെ വിലാസം മാറിയതുകൊണ്ട്, അതായത് അഡ്രസ്സ് മാറിയതുകൊണ്ട് നിലവിലെ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയില്ലാത്തവരുണ്ട്. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ വഴി സിസ്റ്റത്തിന്റെ സമഗ്രതയെ തകർക്കുന്നവരുമുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ച പിഴവിതാണ്. വസ്തുതകൾ കൃത്യമായി പഠിക്കാതെ ഒരു സാധാരണ ഭരണപരമായ ശുദ്ധീകരണ നടപടിയെ അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലീനപ്പിനെ ദേശീയ പൗരത്വ രജിസ്റ്ററുമായി NRC തെറ്റിദ്ധരിച്ച് താരതമ്യം ചെയ്തു. വോട്ടർ പട്ടികയിൽ മരിച്ചവരുടെ പേരുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യത തകർക്കും. ഇതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അലമുറയിട്ടത്. ഇപ്പോൾ ഇവർ ജോലി ചെയ്യാനും പാടില്ലേ? ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടി അനാവശ്യ എൻട്രികൾ നീക്കം ചെയ്യുക എന്ന ശുദ്ധീകരണ പ്രക്രിയയാണ്. അത് അവരുടെ ജോലിയാണ്. ഇത്തരമൊരു നിർണായക നടപടിയെ കൃത്യമായി ഡാറ്റ പരിശോധിക്കാതെ കേവലം രാഷ്ട്രീയ ആരോപണമായി എന്തെങ്കിലുമൊക്കെ പറയേണ്ടേ എന്ന് ചിന്തിച്ച് പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യും. ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ഭരണപരമായ കാര്യക്ഷമതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ശുദ്ധമായ വോട്ടർ പട്ടിക, ശുദ്ധമായ ജനാധിപത്യം എന്നതാണ് മുദ്രാവാക്യമാക്കേണ്ടിയിരുന്നത്. SIRനെ വിമർശിച്ചതിലൂടെ ലക്ഷക്കണക്കിന് മരിച്ചവരുടെ പേരുകൾ പട്ടികയിൽ നിലനിർത്തുന്നതിനെതിരെയാണ് രാഹുൽ ഗാന്ധി പരോക്ഷമായി പിന്തുണച്ചത് എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വസ്തുതകളുടെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ ഇവിടെ ഒരു വലിയ പാളിച്ചയാണ് സംഭവിച്ചത്. എന്തായാലും വോട്ടർ പട്ടിക പുറത്തിറങ്ങിയതോടെ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് തീയതികളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി. ഒക്ടോബർ 5, 6 തീയതികളിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസ്ഥാനം സന്ദർശിക്കുമെന്നതാണ് റിപ്പോർട്ട്. ഒക്ടോബർ അവസാന വാരത്തിലെ പ്രധാന ഉത്സവമായ ചാത്ത് കഴിഞ്ഞ ഉടനെ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാനാണ് ഇവിടെ സാധ്യതയുള്ളത്. 7.42 കോടി വോട്ടർമാർ, ഒരു ശുദ്ധീകരിച്ച പട്ടിക. ഇത് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയണം. 6% വോട്ടർമാർ കുറഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല. ബീഹാറിലെ SIR നടപടിക്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അവലോകനം ചെയ്യും. ഈ ബീഹാർ മോഡൽ വിജയകരമാണെന്ന് കണ്ടാൽ ഇന്ത്യയിലുടനീളം വോട്ടർ പട്ടികയിലൂടെ പ്രത്യേക തീവ്രമായ പരിഷ്കരണം നടപ്പാക്കാനായി കമ്മീഷൻ പദ്ധതിയിടുന്നുണ്ട്. ശുദ്ധമായ വോട്ടർ പട്ടിക, സുതാര്യമായ തിരഞ്ഞെടുപ്പ്, ഇത് ഏതൊരു ജനാധിപത്യത്തിന്റെയും അടിസ്ഥാനമാണ്, സൗന്ദര്യമാണ്. ബീഹാറിലെ SIR ഒരു രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചു എന്നത് സത്യം തന്നെ. എന്നാൽ പുറത്തായ 47 ലക്ഷം പേർ മരിച്ചവരും കുടിയേറിയവരും ഡ്യൂപ്ലിക്കേറ്റുകളുമായിരുന്നു. ഈ യാഥാർത്ഥ്യം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഒരു ഭരണപരമായ ശുദ്ധീകരണ പ്രക്രിയയെ പൗരത്വ പരിശോധന എന്ന് വിളിക്കുമ്പോൾ അവർ സത്യത്തിൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ ഇതിൽ എന്ത് കരുതുന്നു? ഇലക്ഷൻ കമ്മീഷന്റെ ഈ നീക്കം ശരിയായിരുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.